ഹായ്, ഫേസ്ലെസ് ആണ്. ഇന്ന് ഷീലു അബ്രാമിന്റെ ഒരു പോസ്റ്റ് പറയണ്ടെന്ന് വിചാരിച്ചാലും പാവപ്പെട്ട ഷീലു അബ്രാത്തിനെ കൊണ്ട് ഒമർ ലുലു പറയിപ്പിച്ച്. ഒമാറിനത് സ്ഥിരം ശീലാണ്. തന്റെ സിനിമ റിലീസ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ആൾക്കാരെ തിയേറ്ററിലേക്ക് കയറ്റാനുള്ള ഒരു ഗൂഢതന്ത്രം. എല്ലാവർക്കും ഇത് അറിയാവുന്നതുകൊണ്ട് ഒമാർ ലുലു ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല പ്രേക്ഷകർ. പക്ഷേ ഇവിടെ ഷീലുവാ പറഞ്ഞിരിക്കുന്നത്. ഷീലു പ്രത്യേകിച്ചൊന്നും പറയാറില്ലാത്തതുകൊണ്ട് ഇതൊന്നും എന്താന്ന് കേൾക്കാൻ പോയതാ. ചെന്നപ്പോ ഒമാർ ഷീലുവിന് കൊടുത്ത പണിയാണെന്ന് മനസ്സിലായി. ഷീലുവിട്ട പോസ്റ്റ്: പ്രിയപ്പെട്ട ടൊവിനോ, ആസിഫ്, പെപ്പെ, പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നിരുന്നു. നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ 3 ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിൽ റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണ ആണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക്. ഷീലു പറയുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അതായത് ടൊവിനോ ആസിഫിനെ, ആസിഫ് പെപ്പേനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ പടങ്ങൾ കാണണമെന്ന് പറയുമ്പോൾ, സ്വാഭാവികമായി ഈ 3 പേരും വലിയ താരങ്ങളായതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഓണത്തിന് ഇവരുടെ 3 പേരുടെയും പടങ്ങൾ മാത്രമേ ഇറങ്ങുള്ളൂ എന്ന് വിചാരിക്കുമെന്നാണ്. നമസ്കാരം. നാളെ സെപ്റ്റംബർ 12-ാം തീയതി നമ്മുടെ ടൊവി ബ്രോന്റെ ARM റിലീസാണ്. നമ്മുടെ സുഹൃത്ത് ജിതിനാണ് അത് ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, ആ വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ സെപ്റ്റംബർ 12-ാം തീയതി നാളെ തന്നെ കിഷ്കിന്ദ കണ്ടം എന്ന് പറയുന്ന ആസിഫ് അലി നായകനായ രഞ്ജിത്ത് അയ്യത്താൻ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ റിലീസാവുന്നുണ്ട്. ആ സിനിമ ഒരു നല്ല ഇന്റൻസ് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമയാണെന്നാണ് അതിന്റെ ഭയങ്കര ഇൻട്രീഗിംഗ് ആയിട്ടുള്ള ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ സിനിമയും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. സെപ്റ്റംബർ 13-ാം തീയതി, അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച, നമ്മുടെ ആന്റണി വർഗീസ് പെപ്പെ നായകനാവുന്ന, അജിത് മാമ്പള്ളി ഡയറക്ട് ചെയ്യുന്ന ഒരു കലക്കൻ ഇടിപ്പടം വരുന്നുണ്ട്. കൊണ്ടൽ. നിങ്ങൾ എല്ലാവരും ഇതിനോടകം ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ആ ഒറ്റ ട്രെയിലർ മതി നമ്മൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ. അതെന്താ ഈ സിനിമ കാണാൻ പോകുന്ന നമ്മളെ അങ്ങ് പൊട്ടന്മാരാക്കാൻ? വേറെയും പടങ്ങളുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിനിടയിൽ ഏതെങ്കിലും പടങ്ങൾ നല്ലതാണെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ പടം പോയി കണ്ടിരിക്കും. ഇവിടെ ടൊവിനോയ്ക്കും പെപ്പയ്ക്കും ആസിഫ് അലിക്കും മാത്രമേ പടങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കാൻ മാത്രം പൊട്ടന്മാരാണോ നമ്മൾ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് പവർ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നതെന്നാണ് ഷീലു പറഞ്ഞു വെക്കുന്നത്. കാരണം വീഡിയോയില് വേറെയും പടങ്ങൾ ഓണത്തിന് റിലീസ് ഉണ്ടെന്ന് ഈ കൂട്ടർ മെൻഷൻ ചെയ്തില്ല പോലും. ഷീലു നിർമ്മിക്കുന്ന പടം ഓണത്തിന് റിലീസ് ഉണ്ട്. അതുപോലെ വേറെ 2-3 പടങ്ങൾ. ഈ പടങ്ങളൊക്കെ ആസിഫ് അലിയും പെപ്പയും അതുപോലെ തന്നെ ടൊവിനോയും ഒക്കെ പ്രൊമോട്ട് ചെയ്യാത്തത് എന്താണ്? കാരണം ഇവരുടെ എല്ലാം പടങ്ങൾ ഈ പറയുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ തിരിച്ചു ആവണമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഒമർ ലുലുവിന്റെ കാഞ്ഞ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഏതൊക്കെ ആൾക്കാർ ആർക്കൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്താലും നല്ല സിനിമകൾ ഇവിടെ മികച്ച ജനശ്രദ്ധ തന്നെ കിട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി പോരായ്മയുള്ള സിനിമയാണെങ്കിൽ അതിനെയും സൂപ്പർ സ്റ്റാറുകളുടെ പടമാണെങ്കിൽ പെട്ടിയിലായിട്ടും. ഇത് ചുമ്മാ കുളം കലക്കി മീൻ പിടിക്കുന്ന സ്വഭാവമാണ്. കാരണം ഇപ്പോ വാർത്ത കിട്ടുന്ന ഒരു ടാഗ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ കൂട്ടത്തിൽ തന്റെ സിനിമയും അങ്ങോട്ട് പ്രൊമോട്ടഡ് ആയി പോവല്ലോ എന്നുള്ള ചിന്ത. അല്ലാതെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് പവർ ഗ്രൂപ്പ് ആവുന്നത് എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നില്ല. വീഡിയോ ആണ്. ഞങ്ങൾ 3 പേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായ ഒരു ഫോൺ സംസാരമാണ്. അതിന്റെ താരം കഴിയാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളച്ചൊടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ടതാണ്. ആസിഫ് അലി തന്നെ പറയുന്നുണ്ട്, തലേദിവസം സംസാരിച്ച ഒരു ഫോൺ കോളിൽ നിന്നുണ്ടായ ഒരു ഐഡിയ ഇത്. ഈ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇതിനെ അവഹേളിക്കേണ്ട കാര്യം എന്താണ്? ഓരോ നടന്റെയും ഫാൻസ് തമ്മിൽ സിനിമയുടെ പേരും പറഞ്ഞ് അനാവശ്യ ഫൈറ്റ് നടക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത താരത്തിന്റെ സിനിമയ്ക്ക് കൂട്ടത്തോടെ കയറി കൂവി തോൽപ്പിക്കുന്ന ഫാൻ കൾച്ചറുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇവരുടെ മ്യൂച്വൽ പ്രൊമോഷൻ ശരിക്കും ഒരു പോസിറ്റീവ് കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ വരുന്നത് ഷീലുവിന് ബാക്കിയുള്ളവർക്കൊന്നും മൂളയില്ലെന്നുള്ള തോന്നലിന് സമാനമാണ്. ശരിക്കും പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ഷീലു എബ്രാഹിം തന്നെയാണ് ഒന്നുകൂടെ ആലോചിച്ചിട്ട് മറുപടി പറയേണ്ടത്. കാരണം ഏതെങ്കിലും സംവിധായകൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ കഥയുമായി ഇവരെ സമീപിക്കുന്ന സമയത്ത് ഇവർ കഥ കേൾക്കും. ചിലപ്പോ ഈ പറയുന്ന സംവിധായകന് നായിക, നായകൻ ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ അതൊക്കെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ ഇവരവിടെ ചെല്ലുമ്പോൾ ഈ കഥ കേട്ടിട്ട് ഇതിനകത്ത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം അതെന്താണെന്ന് നോക്കിയിട്ട് അത് ഡയറക്ടർ കണ്ടുവച്ച ആളെ വെട്ടിക്കളഞ്ഞിട്ട് നേരെ ആ വേഷം ഇവരെടുക്കും. എന്നിട്ട് പറയും ഇവർ ആ വേഷം ചെയ്യുവാണെങ്കിൽ പടം കൂടെ പ്രൊഡ്യൂസ് ചെയ്യാം. കാരണം നമ്മള് ഇവരുടെ സിനിമകളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അതിനകത്ത് മെയിൻ സ്ത്രീ കഥാപാത്രം ഇവരായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഷീലു എബ്രാഹിം വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ. പിന്നെ ആസിഫ്, പെപ്പെ, ടൊവിനോ എന്നിവരെ അനാവശ്യമായി ചൊറിഞ്ഞതിന്റെ പേരിൽ ഇവർക്ക് അവസരങ്ങളൊന്നും നഷ്ടപ്പെടില്ല. പവർ ഗ്രൂപ്പിനെ ചൊറിഞ്ഞിട്ടും അവസരങ്ങൾ നഷ്ടപ്പെടാത്ത നടിയായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വന്തം ഭർത്താവ് നിർമ്മിക്കുന്ന പടങ്ങളിലല്ലാതെ ഇവരെ ആരും സിനിമയിലെടുത്തതായിട്ട് കേട്ടില്ല. അപ്പോ അവിടെ സ്വന്തമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് ഉള്ളപ്പോ പുറത്തുനിന്ന് ഒരു പവർ ഗ്രൂപ്പിനും ഇവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇവർക്ക് എന്ത് വേണേലും പറയാലോ. പിന്നെ വീണ്ടും പറയാണ്, ഇതൊരു ഒമാർ
തന്ത്രമാണെന്ന് ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും അറിയാം. പിന്നെ ഒമാറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടൊവിനോയും പെപ്പയും ആസിഫും ഒക്കെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാനാണ് പുള്ളിയുടെ പടം. കാരണം ഇതിനു മുമ്പ് പുള്ളിയുടെ ഒരു പടം MDMA കേസ് 4 ദിവസമോ 3 ദിവസമോ 2 ദിവസമോ എന്തൊക്കെ ഓടിയിട്ട് പിന്നെ തട്ടുംപുറത്ത് കയറിയതാണ്. അതുപോലെ എങ്ങനെ സംഭവിച്ചാലോ എന്ന് അവർ വിചാരിച്ചു കാണും. വെറുതെ പ്രൊമോഷൻ കൊടുത്തിട്ട് പടമില്ലാതായി പോയാലോ എന്ന് കണ്ടിട്ട് പ്രൊമോട്ട് ചെയ്യാത്തതായിരിക്കാം. ഇല്ലെങ്കിൽ അവരുടെയൊക്കെ പടത്തിന് മുമ്പ് അവര് ഒമാറിന്റെ പടം പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. കാരണം ഒമർ ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പടത്തിന് മുമ്പ് ബാക്കിയുള്ളവരുടെ പടമാണല്ലോ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വിട്ടുപിടിക്ക് ഷീലു എബ്രഹാം ആൻഡ് ഒമാർ ലുലു. ഏതായാലും വേണ്ടത്ര പ്രൊമോഷൻ കിട്ടിയില്ലേ, എല്ലാവരും എടുത്ത് ആഘോഷിക്കുകയും ചെയ്തു. ഇനി സിനിമ കണ്ടിട്ട് പറയാം. ബൈ.